ഹായ് ഫ്രണ്ട്സ്, അനൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെ ചുരിദാറിന് കറക്റ്റായിട്ട് വണ്ണം എങ്ങനെ മാർക്ക് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ചീത്തവശം ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ തയ്യൽത്തുമ്പ് മുതൽ ഈ ഭാഗത്തെ തയ്യൽത്തുമ്പ് മുതൽ അപ്പുറത്തെ സൈഡിലെ തയ്യൽത്തുമ്പ് വരെ എത്രയാണ് വണ്ണം എന്ന് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ 12.5 ഒരു പോയിൻറ്റും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ണം നോക്കണം, വണ്ണം എത്രയാണെന്ന്. ഇപ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റ് വണ്ണം 39 അതിൻ്റെ കൂടെ ഞാൻ 3 ഇഞ്ച് ലൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 42 വരുന്നത്. അതിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 10.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത സൈഡിലും നമുക്കിതുപോലെ തന്നെ 10.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇവിടെ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണമാണ്. ഷേപ്പിൻ്റെ ഭാഗത്ത് വണ്ണം 36 ഇഞ്ചാണ്. 36ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 38 ഇവിടുത്തെ വണ്ണം. നമുക്ക് ഓരോ സൈഡിലും 9.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഹിപ്പിൻ്റെ, അതായത് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണമാണ്. അവിടെ 42 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 44 മാർക്ക് ചെയ്ത് കൊടുക്കാം. 44-ന് ഓരോ സൈഡിലും 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് ഭാഗം മാത്രമേ നമ്മൾ 3 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി 2 സൈഡിലും, അതായത് ഷേപ്പിൻ്റെയും നമ്മുടെ സ്ലിറ്റിൻ്റെയും അവിടെ നമ്മൾ 2 ഇഞ്ച് മാത്രമേ ലൂസ് ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്യാം. കൈ ജോയിൻ ചെയ്യാനായിട്ട് ടോപ്പിൻ്റെ നല്ല സൈഡും സ്ലീവിൻ്റെ നല്ല സൈഡും കൂടി വെച്ച് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് വണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ വണ്ണം 5.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അഞ്ചര നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വണ്ണം മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ മാർക്കിംഗ് ആണ് സ്ലിറ്റിൻ്റെ മാർക്കിങ്. അവിടെ വന്ന് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇതുപോലെ തുണി തിരിച്ചെടുത്ത് ഏകദേശം ഒരു 1.5 ഇഞ്ച് വരെ നേരത്തെ തയ്ച്ച സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1.5 ഇഞ്ചിന് ശേഷം വേണം നമ്മൾ നേരത്തെ തയ്ച്ച സ്റ്റിച്ചിൻ്റെ സൈഡിലൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ വണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെയാണ്, കണ്ടോ നമ്മുടെ വണ്ണം ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഏകദേശം കാണാമോന്നറിയില്ല, ഏകദേശം 1.5 ഇഞ്ച് വരെ ഒരുമിച്ച് വേണം വണ്ണം തയ്ച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം. സ്ലിറ്റിനായിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ എത്രയാണോ
തയ്യൽ തുമ്പ് ഇട്ടിരുന്നത് അത് ഇതുപോലെ മടക്കി വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വിടണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കണം. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇതുപോലെ തുണി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ സൈഡിലെ സ്ലിറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് സൂചി ഇതുപോലെ കൊണ്ട് കുത്തി നിർത്തണം. എന്നിട്ട് ബാക്കി നേരത്തെ നമ്മൾ സ്ലിറ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഭാഗം തച്ചെടുക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത സൈഡിലെ സ്ലിറ്റും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് രണ്ട് സ്ലിറ്റും ഇതുപോലെ ഒരുപോലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലെ എന്നിട്ട് എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇത് ഫ്ലെയറിൻ്റെ ഭാഗമാണ്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ ഫ്ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി ഇതുപോലെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് തയ്ച്ചു കൊടുക്കണം. സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് ആ സ്ലിറ്റ് സൈഡും ഇതുപോലെ തയ്ച്ചു കൊടുക്കണം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വളവൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ ആ സ്ലിറ്റിന് ഒരു വളവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയി കിട്ടും. ഈ സൈഡും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പും സ്ലിറ്റും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു നെക്ക് ഡിസൈൻ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. താങ്ക്